ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ ബ്ലൗസ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അതിലുണ്ടാകുന്ന ചിലപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനു മുൻപ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നേരെ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തേത്, ബ്ലൗസ് നമ്മൾ തയ്ച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ട് ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ താഴെ അതിനു മുൻപ് നമ്മുടെ ഹൂക്ക് നമ്മൾ പിരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചില തുണികൾക്ക് നമുക്ക് പിരിക്കാൻ പറ്റും, ചിലത് പറ്റില്ല. അപ്പോൾ പിരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ താഴെ നിന്ന് മുകളിൽ ആ പട്ട വെച്ച് പീസ് വച്ചടിച്ചിരിക്കുന്ന അവിടം വരെ പിരിച്ചതിന് ശേഷം അവിടെ ആ പീസിൻ്റെ ഭാഗം ഒന്ന് മുകളിലോട്ട് ഒന്ന് ചേർത്ത് ഒരു 1/2 ഇഞ്ച് അകത്തോട്ട് വെച്ച് അടിച്ചെടുത്താൽ മതി. അതല്ല, നമുക്ക് ചില ഭാഗങ്ങൾ നമുക്ക് പിരിക്കാൻ സാധിക്കില്ല. ചില ഭാഗങ്ങളല്ല, ചില ബ്ലൗസുകൾ, അതായത് സാരി ബ്ലൗസ് അങ്ങനെയൊക്കെയുള്ള ചില ബ്ലൗസുകൾക്ക് നമുക്ക് പിരിക്കാൻ, വിത്ത് ബ്ലൗസൊക്കെ ഉള്ളത് നമുക്ക് പിരിക്കാൻ സാധിക്കില്ല. ഇനി അഥവാ നമ്മൾ മറ്റുള്ളത് പിരിച്ചെടുത്താലും ശരി തന്നെ നമുക്ക് അതിൻ്റെ പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, താഴ്വശം നമ്മൾ അകത്തോട്ട് ഒരു 1/2 ഇഞ്ച് കയറ്റി അടിച്ചു കൊടുക്കണം. കുറച്ച് ഭാഗം ഇങ്ങനെ അങ്ങ് അടിച്ച് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച്. ഏത് ഭാഗത്താണോ നമ്മൾ ഇത് വലുതായിരിക്കുന്നത് ആ വലുതായിരിക്കുന്ന ഭാഗം നമ്മൾ 1/2 ഇഞ്ച് അകത്തോട്ട് കയറ്റി അടിച്ചു കൊടുക്കണം. അത് 2 വശവും അങ്ങനെ തന്നെ. ഏത് ഭാഗത്താണോ വലുത് അത് ഏത് ഭാഗമാണോ. ഇനി ഹുക്ക് വച്ചിരിക്കുന്ന ഭാഗത്താണെങ്കിൽ ഹുക്ക് ഇളക്കിയതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ച് അകത്തോട്ട് വെച്ചങ്ങ് അടിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ അത് നമുക്ക് അങ്ങനെ അത് ശരിയാക്കിയെടുക്കാം. ഇനി അടുത്തത്, നമ്മൾ തയ്ക്കുമ്പോൾ നമ്മുടെ ഈ കഴുത്ത് ഭാഗം ചിലപ്പോൾ അത് കയറിയിരിക്കും, അതല്ല എങ്കിൽ ചിലപ്പോൾ ഇറങ്ങിപ്പോവും. അപ്പോൾ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബ്ലൗസിൻ്റെ ഹുക്ക് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്ന ആ ഭാഗമില്ലേ, ആ ഭാഗം നമ്മൾ അകത്തോട്ട് ഒരു 1/2 ഇഞ്ച് അകത്തോട്ട് കയറ്റി വെച്ച് നമ്മൾ ചെറിയ ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. 1/2 ഇഞ്ച് അകത്തോട്ട് 2 വശവും നമ്മളതങ്ങനെ ചെയ്യണം. 1/2 ഇഞ്ച് അകത്തോട്ട് കയറ്റി വെച്ച് ഒരു 1.5-2 ഇഞ്ച് താഴോട്ട് അകത്തോട്ട് അടിച്ചു കൊടുത്താൽ മതിയാകും. അത് 2 ഭാഗത്തും ചെയ്യണം. ഇനി അതല്ല, ഇത് നമ്മുടെ ബ്ലൗസ് ഇറങ്ങിയിരിക്കുമ്പോൾ ചെയ്യേണ്ടുന്നതാണ് ഇങ്ങനെ. ഇനി നമ്മുടെ ബ്ലൗസ് കയറിയാണ് ഇരിക്കുന്നത്, നമുക്ക് കഴുത്തിന് ഇറക്കം കൂട്ടണം. അതിന് ചെയ്യേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമ്മളത് പിരിച്ചെടുക്കണം. കഴുത്ത് പിരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അത് 2 വശവും നമ്മൾ പിരിക്കേണ്ടി വരും. 2 വശവും പിരിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴെ നമുക്ക് എത്രയാണോ ഇറക്കേണ്ടുന്നത് അവിടെ വരെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി അതിന് ശേഷം രണ്ടും നല്ലതുപോലെ അങ്ങ് കട്ട് ചെയ്തതിന് ശേഷം, ഇത് ഫാബ്രിക്കിൽ മാത്രമാണ്, നമ്മൾ ക്രോസ് പീസിൽ അത് വരരുത്. അപ്പോൾ അവിടം വരെ ചെയ്തതിന് ശേഷം വീണ്ടും ആ ക്രോസ് പീസ് വെച്ച് തയ്ച്ച് ഹെമ്മിങ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് 2 വശവും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കഴുത്ത് ഇറങ്ങിപ്പോയാൽ അവിടെ 2 വശവും ബ്ലൗസ് ഹൂക്കിൻ്റെയും വച്ചിരിക്കുന്നതിൻ്റെയും അവിടെ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. അതല്ല, കയറിപ്പോയി എങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ ഒരു പകുതി ഭാഗത്തോളം പിരിച്ച് ക്രോസ് പീസ് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വീണ്ടും നമ്മൾ ക്രോസ് പീസ് വെച്ച് യോജിപ്പിച്ച് ചെയ്യാവുന്നതാണ്.